ആവേശം സിനിമയിൽ കണ്ട ആ ജന്മദിന പാർട്ടി പോലെ ഗുണ്ടാ നേതാക്കന്മാർ ഇപ്പോൾ ജന്മദിന പാർട്ടികൾ കേരളത്തിൽ നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം തൃശ്ശൂർ തെക്കേ നടയിൽ ഒരു പാർട്ടി ഇതുപോലെ സംഘടിപ്പിക്കുന്നു എന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചരണം നടത്തി. തെക്കേ നടയിൽ ഗുണ്ട വന്ന് ആവേശം സിനിമയെ കണ്ട പോലെ അയാളുടെ ജന്മദിനം ആഘോഷിക്കുന്നതിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ വൈറലായി. പോലീസിൻ്റെ തൊട്ട് താഴെയാണ് ഈ സംഭവം നടക്കാൻ പോകുന്നത്. ഏതായാലും പ്രചാരം ലഭിച്ച ആ സോഷ്യൽ മീഡിയ വാർത്തയിൽ അത് കണ്ടിട്ട് പോലീസ് ജാഗരൂകരായി 4 ജീപ്പ് നിറയെ പോലീസ് റെഡിയായിട്ട് നിന്നു. അവിടെ പാർട്ടിക്ക് 32 പേരോളം അവിടെ തടിച്ചുകൂടി. പോലീസ് ഓടിച്ചിട്ട് എല്ലാത്തിനെയും പിടിച്ച്. ഇത് കണ്ടോടുകൂടി ഗുണ്ടാ നേതാവ് അവിടെ നിന്ന് മുങ്ങി. ഗുണ്ടാ നേതാവിൻ്റെ ജന്മദിനം ആഘോഷിക്കുകയാണ്. അത് നമ്മൾ പല സ്ഥലങ്ങളിൽ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ്. പല സ്ഥലത്തെയും പല ജില്ലകളിലെയും ഗുണ്ടകൾ ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പം അവരെ മാലയിട്ട് സ്വീകരിക്കാൻ തൻ്റെ അനുചരന്മാരെ ധാരാളം സംഘടിപ്പിക്കുന്നു, അതിന് പണം ചിലവാക്കുന്നു. അത് കാണാനും കേൾക്കാനും ഇപ്പോഴത്തെ തലമുറകളെ പ്രതിനിധികളും കുട്ടികളും സ്കൂൾ കുട്ടികളും ഉൾപ്പെടെയുള്ളവരും വരുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ഇതേ രീതിയിലുള്ള സംഭവമാണ് തൃശ്ശൂർ തെക്കേ നടയിൽ ഉണ്ടായത്. അവിടെ 32ഓളം പേരെ ഓടിച്ചിട്ട് പോലീസ് പിടിച്ചു. അതിൽ 16 കുട്ടികൾ മൈനറാണ്, ശിശുക്കളാണ്. 16 പേരോളം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഗുണ്ടകളും അല്ലെങ്കിൽ മേജറും. പോലീസ് എന്തായാലും ശക്തമായ നടപടി എടുത്തു. 16 പേർക്കെതിരായിട്ട് കേസെടുത്തു. 16 കുട്ടികളെ അവരുടെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തി. മാതാപിതാക്കൾ ഞെട്ടിപ്പോയി. മൈനറായ തൻ്റെ കുട്ടി എങ്ങനെയാണ് ഈ ഗുണ്ടയുടെ ആ ആവേശം മോഡലിലെ ആ ജന്മദിന പാർട്ടിയിൽ പങ്കെടുക്കാൻ പോയത്? അപ്പം ഗുണ്ടകളോട് പൊതുവേ കേരളത്തിലെ കുട്ടികൾ വളർന്നു വരുന്ന തലമുറയ്ക്ക് വലിയ ആവേശമാണ്. അവരുടെ പ്രവൃത്തികൾ അടിപിടി, കുത്ത്, വെട്ട് ഇതൊക്കെ കണ്ട് രസിക്കുകയാണ് അവർ. അവരോട് സിനിമാ താരങ്ങളെക്കാട്ടിലും കൂടുതൽ സ്നേഹവും ബഹുമാനവും ഒക്കെ വന്നു കഴിഞ്ഞിരിക്കുന്നു. സമൂഹത്തിന് സമൂലമായ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അതിനകത്ത് തീർച്ചയായിട്ടും ടി വിയിലും സിനിമയിലൊക്കെയുള്ള പുതിയ കഥകളും പുതിയ അഭിനയ നേതാക്കളുടെ മസിൽ ഭരിക്കുകയും അവർ ഗുണ്ടായുസം കാണിക്കുന്നതും തലവെട്ടുന്നതും കൈകാല് വെട്ടുന്നതും കമ്പിക്കടിക്കുന്നതും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊന്നും ഒരു ലൈസൻസും ഇല്ല. സിനിമാറ്റോഗ്രാഫി ആക്ടുണ്ട്. ഇതൊക്കെ നിരോധിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഒരു നടൻ മമ്മൂട്ടിയുടെ കണ്ണൂർ സ്ക്വാഡ് കണ്ട്. അതിനകത്ത് എത്ര വയലൻസാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് പോലീസ് നഖം പറിക്കുന്നതും പീഡിപ്പിക്കുന്നതും അല്ലെങ്കിൽ അയാളെ ക്രൂരമായി മർദ്ദിക്കുന്നതൊക്കെ കാണുകയാണ്. അത് കുട്ടികൾ വീട്ടിലിരുന്ന് കാണുകയാണ്. ഇതാണ് പോലീസ് ചേർന്നാലുള്ള ഗുണം, ഇതുപോലെ മർദ്ദിക്കാൻ പറ്റും എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. സാമൂഹിക സേവനമാണല്ലോ പോലീസിൻ്റെ മുഖമുദ്ര. പക്ഷേ കുട്ടികൾ മനസ്സിലാക്കുന്ന വേറെ രീതിയിലാണ്. അഭിനയിക്കുന്ന ആരാണ്? മമ്മൂട്ടിയാണ്. ഇങ്ങനെ നമ്മുടെ സമൂഹത്തെ പിച്ചിച്ചീന്തിക്കളയുന്ന, അല്ലെങ്കിൽ സമൂഹത്തിനെ ക്രിമിനൽ സ്വഭാവവൽക്കരിക്കുന്ന, അല്ലെങ്കിൽ സമൂഹത്തിന് ഇതുപോലെ നല്ല മെസ്സേജ് കൊടുക്കാത്ത ഇതുപോലെയുള്ള സിനിമകളിൽ ഈ നടന്മാർ ഒരിക്കലും അഭിനയിക്കാൻ പാടില്ല. മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ, സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവരുടെ കാര്യം, സമൂഹത്തിന് മെസ്സേജ് കൊടുക്കുന്ന സിനിമകൾ അവർക്കുണ്ടാകണം. ക്രിമിനൽവൽക്കരിക്കുന്ന, കുട്ടികളെ തെറ്റായ വഴി കൂടെ സഞ്ചരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന സിനിമകളിൽ ഇത്രയും പണം ഉണ്ടാക്കിയവരും മലയാളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ സിനിമാ താരങ്ങൾ ഒരിക്കലും ചെയ്യരുതായിരുന്നു. അതുകൊണ്ട് കണ്ണൂർ സ്ക്വാഡ് എന്ന് പറഞ്ഞ സിനിമ തീർച്ചയായിട്ടും അത് പോലീസിന് അവമതിപ്പുണ്ടാക്കുന്നതാണ്. പോലീസ് അതുപോലെ ക്രൂരമായി പീഡിപ്പിച്ച് നഖം പിഴുകയും അതുപോലെയുള്ള ക്രൂരമായ പീഡനങ്ങൾ കൊടുത്തിട്ടാണ് കേസ് തെളിയിക്കുന്നുള്ള തെറ്റായ മെസ്സേജ് കൊടുക്കുന്നതാണ് ഈ മഹാനടന്മാരെന്ന് അഹങ്കരിക്കുന്ന മമ്മൂട്ടിയും മോഹൻലാലും ഇതുപോലുള്ള സിനിമ കാണുന്നത്. കഴിഞ്ഞ ദിവസം അയ്യപ്പനും കോശി ഒരു സിനിമ, അത് പക എന്തായിരിക്കണം, എങ്ങനെയാണ് പക തീർക്കേണ്ടത്, ഒടുങ്ങാത്ത പകയുടെ മെസ്സേജ് കൊടുക്കുന്ന സിനിമ തന്നെയാണ് അത്. ഇതൊക്കെ നമുക്ക്
നിരോധിച്ചേ പറ്റുള്ളൂ. ഇത് നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾ കാണരുത്. ഇത് കാരണം അവർക്ക് ഇതുപോലൊരു പ്രേരണ ഉണ്ടാകുന്നത് അഭിനയിക്കുന്ന അവരിഷ്ടപ്പെടുന്ന നടന്മാരാണ്. മലയാളത്തിലെ ഏറ്റവും മുന്തിയ നടന്മാരെല്ലാം ഇതുപോലെയുള്ള തെറ്റായ മെസ്സേജ് കൊടുക്കുന്ന സിനിമകളിൽ അഭിനയിക്കുമ്പോൾ ഒന്നുകൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ 2-3-4 സിനിമ അടുത്ത കാലത്ത് ഇറങ്ങിയതെല്ലാം സമൂഹത്തിനോ ഒരു ഗുണം ചെയ്യാത്ത, വിദ്യാർത്ഥി ലോകത്തിനോ ഒരു ഗുണം ചെയ്യാത്ത, ഇന്ത്യയുടെ അന്തസ്സിനും അഭിമാനത്തിനും അഖണ്ഡതയ്ക്കും എതിരായി, നമ്മുടെ പാരമ്പര്യത്തിനുമെതിരായി കൊടുക്കുന്ന മെസ്സേജുകളിൽ അഭിനയിക്കുകയാണ് ഇതുപോലെയുള്ള സിനിമാ നടന്മാർ. അവരോട് നമുക്ക് സമൂഹത്തിലെ വിവരമുള്ളവർക്ക് പുച്ഛമായിട്ട് തോന്നുന്നു. കാരണം അങ്ങനെ ഒരു മെസ്സേജ് നിങ്ങളാരും കൊടുക്കാൻ പാടില്ല. നിങ്ങളെ അനുകരിക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് കുട്ടികളുണ്ട്, അല്ലെങ്കിൽ പെൺകുട്ടികളുണ്ട്, അല്ലെങ്കിൽ ആൺകുട്ടികളുണ്ട്. അതുകൊണ്ട് നല്ല മെസ്സേജുള്ള സിനിമകൾ ഇതുപോലെ ട്വിസ്റ്റൊക്കെ കൊടുത്തോളൂ, ഒരു തടസ്സവുമില്ല. പക്ഷേ ഭീകരമായി മനുഷ്യനെ വെറുതെ മൃഗങ്ങളെപ്പോലെ അടിച്ചു കൊല്ലുന്ന ഇറച്ചിക്കഷണമാക്കുന്ന രീതിയിൽ ചെയ്യുന്ന പ്രവൃത്തികൾ മനുഷ്യരുടെ പുറത്ത് കാണിക്കുന്നത് ഒരിക്കലും നല്ലതല്ല. അങ്ങനെ ചെയ്യാനും പാടില്ല. ഇവിടെ ഉണ്ടായ ഈ 13 കുട്ടികളുടെ അല്ലെങ്കിൽ ഈ ഗുണ്ടയുടെ ജന്മദിനത്തിന് ആ തെക്കേ നടയിൽ വന്നുകൂടിയതിൽ പങ്കെടുത്ത 32 പേരിൽ 16 കുട്ടികൾ മൈനറാണ്. അവരുടെ മാതാപിതാക്കളെ പോലീസ് വിളിച്ചു വരുത്തി. നല്ല കാര്യം. ചില മാതാപിതാക്കൾ പൊട്ടിക്കരഞ്ഞു. തൻ്റെ മകൻ ഈ അവസ്ഥ വന്നല്ലോ, ആരുടെ പുറകിലാണ് പോയത്? സമൂഹത്തിൽ ഏറ്റവും വെറുക്കപ്പെടുന്ന ഗുണ്ടകളുടെ പുറകെയാണ്. അവരെ ആരാധിക്കുന്ന ഒരു വർഗമായി വന്നു ആ കുട്ടികൾ. എന്തായാലും അവരുടെ മാതാപിതാക്കൾ ചിലർ പോലീസ് സ്റ്റേഷൻ വെച്ച് അവരെ അടിക്കാൻ പോയി, ചിലർ പൊട്ടിക്കരഞ്ഞു, ചിലർ കുട്ടികളുമായിട്ട് മടങ്ങി. അതീവ ദുഃഖത്തോടെ അവരെല്ലാം പോയി. പരിഭ്രാന്തരായ കുട്ടികളുടെ അമ്മമാർ അവർ ഇതുപോലെയുള്ള സിനിമകളും ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയയിലെ വാർത്തകളും കണ്ട് അവരുടെ മനുഷ്യത്വമില്ലാതെ മാറിക്കഴിഞ്ഞു ആ കൊച്ചുകുട്ടികൾ. അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഈ ഗുണ്ടകളുടെ സോഷ്യൽ മീഡിയയ്ക്കുള്ള ഇൻവിറ്റേഷൻ സ്വീകരിച്ച് അവരും അവിടെ ചെന്ന് ചാടിയത്. അതൊന്നും നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം, സമൂഹത്തിന് ഗുണം ചെയ്യുന്ന പ്രവർത്തനമല്ല. ഗുണ്ടകളെ ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന ഒരു സമൂഹം വളർന്നു വരുന്നു. അതുകൊണ്ട് കേരളത്തിൽ ഗുണ്ടായിസം കൂടി വരുന്നതിൽ അതിശയപ്പെടാനില്ല. കാരണം അവരുടെയൊക്കെ പിന്നിൽ ഈ കുട്ടികളാണ്. ഇതുപോലെയുള്ള കുട്ടികൾ ആവേശം മൂത്ത് അവരുടെ പിന്നാലെ കൂടിയിരിക്കുകയാണ്. സമൂഹത്തിൽ വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്ന ഇതുപോലെയുള്ള ഗുണ്ടകളെ തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്യുന്ന ആവേശം മോഡൽ ചെയ്യുന്ന പാർട്ടികൾ നടത്തുന്ന ഗുണ്ടകളെ പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്ത് തീർച്ചയായിട്ടും അവരെ അകത്തിടണം, അവരെ ശിക്ഷിപ്പിക്കണം, അവർക്ക് കാപ്പ ചുമത്തണം. ഇങ്ങനെയുള്ള നടപടികൾ തീർത്തും ചെയ്തേ പറ്റുള്ളൂ. പുതിയ ഇന്ത്യൻ പീനൽ കോഡിനകത്ത് 111, 112, 113 IPCയിലെ ആ വകുപ്പുകൾ തീർച്ചയായിട്ടും പോലീസ് പ്രയോഗിക്കണം. കാരണം ഇതുപോലെയുള്ള മൈനറായ രീതിയിലുള്ള ഗുണ്ടായിസം, കല്ലെടുത്തെറിയുക, അവിടെ ആൾ കൂടുക, സാമൂഹ്യ വിരുദ്ധന്മാരുമായിട്ട് സംഘം ചേരുക, അതുപോലെ തന്നെ അവരുമായിട്ട് ബൈക്ക് സഞ്ചരിക്കുക, ചെറിയ കല്ലൊക്കെ എടുത്ത് അവിടെ ഇവിടെ എറിയുക മാത്രമല്ല, ചെറിയ സാമൂഹ്യ രംഗത്തെ റോഡിലിരിക്കുന്ന ചില ബോർഡുകൾ നശിപ്പിക്കുക, റോഡിലിരിക്കുന്ന ചില ബിസിനസ് ബോർഡിൽ കല്ലെടുത്തെറിയുക, അതുപോലെ സിനിമാ ടിക്കറ്റ് കഞ്ചഞ്ചന്തേ വിൽക്കുക, അതുപോലെ പരീക്ഷകളിലെ പരീക്ഷകളിലെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി പൈസ ഉണ്ടാക്കുക, ഡ്രഗ്സ് വിറ്റ് കഴിച്ചാൽ. ഇതിനൊക്കെ പുതിയ സെക്ഷൻ 112 ഇന്ത്യൻ പീനൽ കോഡിൽ വന്നിരിക്കുന്നു. അതനുസരിച്ച് പോലീസ് എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ളവർക്ക് നടപടിയെടുക്കണം. ആ 112-ലും 113-ലും ഈ ഇപ്പോഴത്തെ ഈ ആവേശം മോഡലുള്ള ആ സോഷ്യൽ മീഡിയയിലുള്ള ആ ജന്മദിന പാർട്ടികൾ ഉൾപ്പെട്ടവരെ എല്ലാവരും ഉൾപ്പെടുത്തണം. അതിന് യാതൊരു തടസ്സവും ഉണ്ടാകരുത്. പുതിയ നിയമത്തിൽ അതിനുള്ള വകുപ്പുകളുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കുക, മാതാപിതാക്കളും കുട്ടികളും സൂക്ഷിക്കുക. ഇതുപോലെയുള്ള സംഭവങ്ങളിൽ കുട്ടികൾ ചെന്ന് ചാടരുത്. സോഷ്യൽ മീഡിയയിൽ കണ്ട ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കുട്ടികൾ പോകുന്നത് തീർച്ചയായിട്ടും തടയണം. അങ്ങനെയുള്ളതിന് അവരെ പോലീസിൽ അറിയിക്കണം. കുട്ടികൾ പറഞ്ഞാൽ കേട്ടില്ലേ പോലീസിൽ അറിയിക്കണം. കാരണം മൈനറായ കുട്ടികൾക്കെതിരായിട്ട് നടപടി ശക്തമാണ് ഇപ്പം. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവൃത്തിയിൽ നിന്ന് കുട്ടികളെ അവരെ മാറ്റി സഞ്ചരിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ട ആവശ്യം ഈ ഒരു സംഭവത്തോടു കൂടി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. നേരത്തെ ഇതിന് തൊട്ട് മുമ്പ് തൃശ്ശൂർ കുറ്റൂർ കോൾപ്പാടത്ത് ഇതുപോലെ ഒരു ഗുണ്ടകളുടെ ഒരു റിസപ്ഷൻ അവിടെ നടന്നു. ധാരാളം കുട്ടികളും പല സ്ഥലത്തുള്ള ഗുണ്ടകളും അവിടെ വന്നു ചേർന്ന് നമ്മൾ കണ്ടു. ആലപ്പുഴയിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇതിൻ്റെ ടിപ്പിക്കൽ ഉദാഹരണം തിരുവനന്തപുരത്തുണ്ട്. തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ഗുണ്ടകൾ LTT കബീർ ഒക്കെ നമുക്കറിയാം. അതുപോലെയുള്ള ഗുണ്ടകളുടെ കൂടെ ഇവിടുത്തെ ഒരു സബ് ഇൻസ്പെക്ടർ മകൻ ഇതുപോലെ ഈ ഗുണ്ടകളുള്ള ആരാധന മൂത്ത് അവരുമായിട്ട് സഹകരിച്ച് അവരുമായിട്ട് ഒന്നിച്ച് ചേർന്ന് വീട്ടുകാരറിയാതെ നടന്നു. അവസാനം
ഒരു മർഡർ കേസിലെ പ്രതിയായി അറസ്റ്റ് ചെയ്ത് ആ ചെറുപ്രായത്തിൽ തന്നെ ഇപ്പം റിമാൻഡിൽ അല്ലെങ്കിൽ ശിക്ഷ അനുഭവിച്ച് കഴിയുന്ന കാഴ്ചയും ഞാൻ കണ്ടുകൊണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കണം. കുട്ടികൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇങ്ങനെ കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ വീട്ടിൽ നിന്ന് അനുവാദമില്ലാതെ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ചാടിപ്പോകുന്ന കാഴ്ച ഉണ്ടെങ്കിൽ അധ്യാപകർ ശ്രദ്ധിക്കണം, സ്കൂൾ പരിസരത്തുള്ളവർ ശ്രദ്ധിക്കണം. ഈ കുട്ടികൾ മൈനറായ സ്കൂളിലെയും കോളേജിലെയും കുട്ടികളൊക്കെ എവിടെയെങ്കിലും ഗുണ്ടകളുമായിട്ട് ബന്ധമുള്ള സ്ഥലങ്ങളിൽ പോയി നിൽക്കുക, അവിടെ പോയി അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക, അവരെ ആരാധന നോക്കുക. ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലീസിൽ അറിയിക്കണം. അത് നടപടി ശക്തമായി ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ.